പസാരിയുടെ ഭാഗത്ത് സത്യമുണ്ടോ ഇല്ലയോ? അതേ സിസ്റ്റം ഹൈക്കോടതി മുഖേന നാരായണ പസാരിക്കെതിരെ അന്വേഷണത്തിനായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടീമിന്റെ ചീഫായി കൊച്ചിയിലെ IPS ഓഫീസർ ശിവാജി റാവുവിനെ നിയമിച്ചിട്ടുണ്ട്. നീ ചെയ്ത മിസ്റ്റേക്ക് എന്റെ കണ്ണിൽ നോക്കാതിരുന്നതാണ്. കണ്ണിൽ നോക്കിയാലേ നെക്സ്റ്റ് മൂവ് എന്താണെന്നറിയൂ. കമോൺ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഞാൻ നിന്നോട് പറഞ്ഞത് എന്റെ കണ്ണിലേക്ക് നോക്കാനാ, മുഖത്തേക്കല്ല. ഫൈറ്റ് എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. 2020 എല്ലാരും ഗണ്ണും കൊണ്ട് നടക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഈ ഫൈറ്റ് എന്തിനാണെന്ന് എല്ലാരും ചോദിച്ചേക്കാം. പക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുമ്പോ എന്തു വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണം. സർ, SIT എന്ന് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഒരു ഓഫീസറെ ചോദ്യം ചെയ്യണമെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലുള്ള ഓഫീസർക്കായിരിക്കും അതിന്റെ ചാർജ് കൊടുക്കുക. അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാ അത്. അല്ല, ആരാ ഓഫീസർ? പസാരിന്ന്. ഈ പസാരിക്ക് പോലീസിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ചില വർഷങ്ങൾക്ക് മുൻപ് മുംബൈ മാഫിയ ഇല്ലാതാക്കിയത് അദ്ദേഹമല്ലേ? ഓഫ് കോഴ്സ്. പസാരിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ അച്ഛാ? പിന്നെന്തിനാ പെട്ടെന്ന് ഈ എൻക്വയറി ഒക്കെ? ജസ്റ്റ് എൻക്വയറി. മഹാത്മാഗാന്ധിയെ പോലും പഴിച്ചായിരുന്നുണ്ടല്ലോ അച്ഛാ. ശരി, ഇന്ന് ഈ കാരണം കൊണ്ടെങ്കിലും ഷാലുവിനോടൊപ്പം കുറച്ചു ദിവസം നിൽക്കാൻ നിനക്കൊരു ചാൻസ് കിട്ടിയല്ലോ. ഷാലു, നിന്റെ അച്ഛന്റെ ഫോണ്. ഹായ് ഷാലു. ഹായ് ഡാഡി, എങ്ങനെയുണ്ട്? ഐ ആം ഫൈൻ മോളോ. ഞാൻ മുംബൈയിലേക്ക് വരുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടിയാണോ? അതെ, ഒരു കാര്യമുണ്ട്. അവിടെ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് ജോബാ അത്?